ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേക്ക് ചെറുതായിട്ടൊന്ന് കെട്ടിമറിഞ്ഞ് വീണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോഴും അത് എഗ്ഗ് ബീറ്റ് ചെയ്ത് ലാസ്റ്റ് ഈ ഫ്ലോർ മിക്സ് ചെയ്യുന്ന ടൈമിലാണ് എനിക്ക് ഓർമ്മ വരിക. കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ, സ്പഞ്ചിൻ്റെ വീഡിയോ ഒന്ന് ഇടുമെന്ന് ചോദിച്ചിട്ട്. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് എഗ്ഗും ഷുഗറും ബീറ്റ് ചെയ്ത് നല്ല വൈറ്റ് കളറാവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ ഞാൻ ബേക്കിംഗ് സോഡയും ഓയിലും സ്പഞ്ചിൽ ചേർക്കാറില്ല കേട്ടോ. മൈദയും ബേക്കിംഗ് പൗഡർ മാത്രം അരിച്ചെടുത്തിട്ട് അതാണ് ഈ ഇതുപോലെ എഗ്ഗിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാൻ വെള്ളം ചേർത്തിട്ടാണ് ഈ ഫ്ലോർ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാറ് കേട്ടോ. അതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതുപോലെ ഇങ്ങനെ സ്ലോവിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ബേക്ക് ചെയ്യാറാണ് പതിവ്. അല്ലാതെ സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്, സ്പഞ്ചിൻ്റെ വീഡിയോ ഇടുമോ എന്നിങ്ങനെ ചോദിക്കലുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഇടണം എന്നൊക്കെ വിചാരിക്കും, ഓർഡർ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കലുണ്ട്. ലാസ്റ്റ് ഇതുപോലെ ഈ മിക്സ് ചെയ്യണ ടൈമിൽ എനിക്ക് ഓർമ്മ വരില്ല. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഓർഡർ എന്ന് പറഞ്ഞാൽ 1.5 kg ടെൻഡർ കോക്കനട്ട് കേക്കായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. അതുപോലെ ടോളാക്കിയിട്ട് 7 ഇഞ്ചിൻ്റെ പാനിലാണ് കേട്ടോ ചെയ്തെടുത്തത്. 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വൈകിട്ട് കൊടുക്കാനുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഡിസൈനൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ളൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറിൽ ചെറുതായിട്ടൊരു ഫോണ്ടൻ ഡെക്കറേഷനുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ക്രം കോട്ട് ചെയ്ത് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ സെൻട്രലായിട്ട് സ്റ്റിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് ഇതിൽ എടുക്കാൻ മറന്നതാണ്. പിന്നെ ഫുള്ളായിട്ട് വൈറ്റ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ബ്ലൂ വൈറ്റ് ഐസ് ബ്ലൂ കളറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ലൈറ്റ് ഷെയ്ഡാക്കിയിട്ട് മുകളിൽ മാത്രം ജസ്റ്റ് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളൂ. ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെയും കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ക്രം കോട്ടും ഫിനിഷ് കോട്ടും എല്ലാം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റാക്കിയിട്ട് പിന്നെ കസ്റ്റമർ പറഞ്ഞ ടൈമിൻ്റെ കുറച്ചൊരു അരമണിക്കൂർ മുന്നെയാണ് ഫോണ്ടൻ ഡെക്കറേഷനൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തത് കേട്ടോ. പിന്നെ അതാ പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഈ ഒരു ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ അതിൽ ഡിസൈൻ എന്ന് പറയാൻ മാത്രമായിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഇങ്ങനെ സൈഡിലേക്ക് മാത്രം ലൈൻസ് വരച്ച് കൊടുക്കുകയാണ്. പിന്നെ കസ്റ്റമർ വിളിച്ച് കേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ ടൈമിൽ ഇത് അതുപോലെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ആളുടെ വീട്. അപ്പോൾ ഞങ്ങൾ നോർമലി 1 kg ഒക്കെ ഇതുപോലെ ബൈക്കിൽ വെച്ചിട്ട് തന്നെ കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുകൊടുത്ത് പിന്നെ ഞങ്ങൾ നേരെ എൻ്റെ ഇക്കാടെ പെങ്ങളുടെ വീട് അവിടെ അടുത്തായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ താത്താടെ മോനിക്ക് ആൾ വിളിച്ച് പറഞ്ഞത് ഇതുപോലെ കേക്ക് ചെരിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ സത്യമായിട്ട് ഞെട്ടിപ്പോയിട്ട്, നമ്മൾ ബേസിനൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ അത് ലെയർ ഇതുപോലെ ഒന്ന് നീങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിൽ നിന്ന് മേടിച്ചു കൊടുന്നു. അപ്പോൾ കസ്റ്റമർ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ നമുക്ക്. അത് കുഴപ്പമില്ല, ഞങ്ങൾ ശരിയാക്കിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഇങ്ങനെ കണ്ടിട്ട് ഈ ഒരു അവസ്ഥയിൽ പോരാൻ നമുക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ വേഗം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് തന്നെ കൊടുന്നു ഒരു അരമണിക്കൂർ ഞാൻ ആലോചിച്ചിട്ട് അതിപ്പോൾ എന്താ ചെയ്യാന്ന്. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇതുവരെ കേക്ക് ഞാൻ ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഫുള്ളായിട്ട് ലെയറിൽ നിന്ന് വിട്ട് പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ടൈമൊക്കെ ആലോചിച്ചപ്പോൾ പിന്നെ എനിക്ക് തോന്നിയത് മറിച്ചിട്ടിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന്. കാരണം കുറേ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു അറിവ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് വേറൊരു ബേസ് വെച്ചിട്ട് അതിലേക്ക് മറിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് ക്രം കോട്ട് ചെയ്തൊരു 3/4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൂളാക്കിയതിന് ശേഷം പിന്നെ ഫൈനൽ കോട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണെന്നറിയില്ല, എനിക്കും വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതെങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ഐഡിയ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കിട്ടിയപ്പോൾ പിന്നെ കൂളായിട്ട് തന്നെയാണ് ചെയ്തത് കേട്ടോ. പിന്നെ കസ്റ്റമർ നമ്മളോട് അത്രയും നല്ല രീതിക്ക് പെരുമാറിയ കാരണം തോന്നുന്നുണ്ട്. എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇത് എടുത്ത് കൊടുക്കുന്നത്. ഞാൻ അതൊക്കെ സെറ്റാക്കി നേരത്തെ ചെയ്ത പോലത്തെ അതേ ഫോണ്ടൻ ഡിസൈന് ഒന്നുകൂടി ചെയ്തെടുത്ത് അതൊക്കെ പിന്നെ മോള് ചെയ്ത് തന്നു കേട്ടോ. ആ കുറച്ച് ടൈം ഉണ്ടായിരുന്നുള്ളൂ, ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ വേഗം തന്നെ മോളെ ഒക്കെ സെറ്റാക്കി തന്നത്. ഞാൻ അതെല്ലാം സെറ്റ് ചെയ്ത് പഴയ പോലെ തന്നെ ആക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തുട്ടാ. പിന്നെ കസ്റ്റമർ കേക്കൊക്കെ കട്ട് ചെയ്തതിൻ്റെ ശേഷം ഫീഡ്ബാക്കൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ വീഡിയോ ഇപ്പോൾ ഇടാൻ കാരണം ഏതെങ്കിലും ഒരു ഹോം ബേക്കറിന് ഇതൊരു ഹെൽപ്പ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാനും ഇതുപോലെ കുറേ യൂട്യൂബ് വീഡിയോസും ഒക്കെ കേക്ക് ഫ്ലോപ്പായതിൻ്റെയും തകർന്നു വീണതിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ഏറ്റെടുത്ത് കേട്ടോ. അപ്പോൾ അതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ടൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇട്ടത്. എനിക്കിതാ 3 ഓർഡേഴ്സ് പിറ്റന്നൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പഞ്ചൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ബേസൊക്കെ നിരത്തി വെച്ചതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ പണിക്ക് നിൽക്കണം കേട്ടോ. ഇനി ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം ഇതിൻ്റെ പണിക്ക് നിൽക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഫോട്ടോ എടുക്കാനൊന്നും ഒന്നുമില്ല കേട്ടോ, അതങ്ങനെ പാക്ക് ചെയ്ത് കൊടുത്തേക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ തന്നെയാണ് കേട്ടോ കൊണ്ടുകൊടുത്തത്. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.